നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തലച്ചോറിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ ചിന്തകളെ മാനസികാവസ്ഥയെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു രണ്ടാം തലച്ചോറ്, സെക്കൻഡ് ബ്രെയിൻ, നിങ്ങളുടെ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അത് നിങ്ങളുടെ വയറാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ വെറും ആഹാരം ദഹിപ്പിക്കാൻ മാത്രമുള്ളതാണെന്നാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും പുതിയ മെഡിക്കൽ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ സന്തോഷം, ദേഷ്യം, പ്രതിരോധ ശേഷി, എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ആയുസ് വരെ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കുടലിലെ കോടിക്കണക്കിന് വരുന്ന സൂക്ഷ്മാണുക്കളാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഉദര സംബന്ധമായ സകല രോഗങ്ങളും പമ്പ കടത്താൻ ശാസ്ത്രം കണ്ടെത്തിയ വിപ്ലവകരമായ വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി കേൾക്കുന്ന വിദേശ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ മുതൽ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ ശീലങ്ങൾ വരെയുണ്ട്. ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണുക. കാരണം ഇതിലെ ഓരോ പോയിന്റ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ആഗോളതലത്തിൽ വിജയിച്ചതും ശാസ്ത്രീയമായ പുത്തൻ മാർഗങ്ങൾ, അഡ്വാൻസ്ഡ് ആൻഡ് ഗ്ലോബൽ ഗട്ട് ഹാക്സ് നോക്കാം. പ്ലാന്റ് പോയിന്റ്സ് വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് പ്ലാൻ പോയിന്റ്സ്. ആഴ്ചയിൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 30 സസ്യഭക്ഷണങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, നട്ട്സ്, ധാന്യങ്ങൾ എന്നിവ കഴിക്കുക. ഇത് ലണ്ടനിലെ കിങ്സ് കോളേജ് ഗവേഷകർ കണ്ടെത്തിയ ഗട്ട് മൈക്രോബയോം, കുടലിലെ നല്ല ബാക്ടീരിയൽ കൂട്ടം വൈവിധ്യമാകാനുള്ള ഏറ്റവും മികച്ച രീതിയാണിത്. റെയിൻബോ ഡയറ്റ് പിന്തുടരുക. തക്കാളിയിലെ ലൈക്കോപ്പീൻ, കറുത്ത മുന്തിരിയിലെ അന്തോസയാനിൻ തുടങ്ങിയ വിവിധ നിറത്തിലുള്ള ഫൈറ്റോ ന്യൂട്രീനുകൾ കുടൽ ഭിത്തിയെ സംരക്ഷിക്കുന്നു. റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ഉപയോഗിക്കുക. ചോറ് വെച്ച ഉടൻ കഴിക്കാതെ നന്നായി തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കിയാലും മതി, കഴിക്കുക. ഇത് റെസിസ്റ്റന്റ് സ്റ്റാർച്ചായി മാറി വലിയ കുടലിൽ നല്ല ബാക്ടീരിയയിലേക്ക് മികച്ച പ്രീബയോട്ടിക് ആഹാരമായി മാറുന്നു. ഭക്ഷണത്തിൽ ടൈം റെസ്ട്രിക്ഷൻ കൊണ്ടുവരിക. ദിവസവും 12 മുതൽ 14 മണിക്കൂർ വരെ ദഹന വ്യവസ്ഥയ്ക്ക് പൂർണ്ണ വിശ്രമം നൽകുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇത് കുടലിൽ മൈഗ്രേറ്റിൻ മോട്ടോർ കോംപ്ലക്സ് ഉണർത്തി അവശിഷ്ടങ്ങളെ സ്വയം വൃത്തിയാക്കാൻ സഹായിക്കുന്നു. പോളിഫിനോകൾ സമ്പുഷ്ടമായ പാനീയങ്ങൾ കുടിക്കുക. ഗ്രീൻ ടീ, കട്ടൻ കാപ്പി എന്നിവയിലെ പോളിഫിനോളുകൾ നല്ല ബാക്ടീരിയ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. നട്ട്സ് മിശ്രിതം ശീലമാക്കുക. ദിവസവും ഒരു പിടി അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, ബദാം എന്നിവ കഴിക്കുന്നത് കുടലിലെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളുടെ, അതായത് SCFA എന്ന് പറയും, ഉൽപാദനം കൂട്ടും. ചൂടുവെള്ളത്തിൽ നാരങ്ങ നീർ ചേർത്ത് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് കരളിൻ്റെ പിത്തരസം ഉൽപാദനം കൂട്ടി ദഹനം എളുപ്പമാക്കുന്നു. ഭക്ഷണത്തിന് മുമ്പ് ആപ്പിൾ സിഡാർ വിനാഗിരി ഉപയോഗിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനാഗിരി ഒഴിച്ച് ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പ് കുടിക്കുന്നത് വയറ്റിലെ ആസിഡ് ലെവൽ കൃത്യമാക്കും. ചെറിയ ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കേരളത്തിൽ സുലഭമായ ചെറിയ ഉള്ളിയിൽ ഇനുലിൻ എന്ന പ്രകൃതിദത്ത പ്രീബയോട്ടിക് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുക. ഈറ്റ് റോ ഗാർലിക്. വെളുത്തുള്ളിയിലെ എലിസിൻ ചീത്ത ബാക്ടീരിയകൾ നശിപ്പിക്കാനും നല്ലവയെ വളർത്താനും സഹായിക്കും. വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുക. ഇതിലെ ഉയർന്ന അളവിലുള്ള നാരുകൾ മലബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. തവിടുള്ള കുത്തരി, റാഗി, ഓട്സ് എന്നിവയിലെ ബീറ്റാ ഗ്ലൂക്കൻ കുടലിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഭക്ഷണത്തിന് ശേഷം വജ്രാസനത്തിലിരിക്കുക. ഇത് ദഹനേന്ദ്രിയങ്ങളിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു. ഇഞ്ചി ചായ കുടിക്കുക. ഇഞ്ചിയിലെ ജിഞ്ചറോൾ വയറ്റിലെ ഗ്യാസും വീക്കവും, അതായത് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നു, കുറയ്ക്കുന്നു. പെപ്പർമിന്റ് ഓയിൽ ഉപയോഗിക്കുക. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം IBS ഉള്ളവർക്ക് കുടലിലെ പേശികളുടെ വലിയ മുറുക്കം കുറയ്ക്കുവാൻ ഇത് സഹായിക്കും. മഞ്ഞൾ പാൽ കുടിക്കുക. മഞ്ഞളിലെ കുർക്കുമിൻ കുടൽ ഭിത്തിയിലെ നീർവീക്കം, ഇൻഫ്ലമേഷൻ തടയുന്നു. ഭക്ഷണ വൈവിധ്യം ഉറപ്പാക്കുക. ഒരേ തരം ഭക്ഷണം സ്ഥിരമായി കഴിക്കാതെ ആഹാരക്രമം മാറ്റിക്കൊണ്ടിരിക്കുക. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ
പൂർണ്ണമായി ഒഴിവാക്കുക. പാക്കറ്റ് ചിപ്സുകൾ, പ്രിസർവേറ്റീവുകൾ ചേർത്ത ഭക്ഷണം എന്നിവ കുടലിലെ മ്യൂക്കസ് പാളിയെ നശിപ്പിക്കും. കൃത്രിമ മധുരങ്ങൾ ഉപേക്ഷിക്കുക. ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളിലെ സുക്രലോസ്, അസ്പാർട്ടം എന്നിവ നല്ല ബാക്ടീരിയകളെ കൊല്ലുന്നു. ആഹാരത്തിൽ കായം ചേർക്കുക. പയർവർഗ്ഗങ്ങൾ പാകം ചെയ്യുമ്പോൾ കായം ചേർക്കുന്നത് വായുകോപം, ഗ്യാസ് ഒഴിവാക്കും. ശുചിത്വവും പാചകരീതികളും, ഹൈജീൻ ആൻഡ് കുക്കിംഗ് ടെക്നിക് നോക്കാം. 20 സെക്കൻഡ് നിയമം പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പ് സോപ്പിട്ട് 20 സെക്കൻഡ് കൈ കഴുകുന്നത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാക്കുന്ന സൽമനല്ല ബാക്ടീരിയകളെ അകറ്റും. പച്ചക്കറികൾ വിനാഗിരി വെള്ളത്തിൽ കഴുകുക. കീടനാശികൾ ബാക്ടീരിയകളും നീക്കാൻ ഇത് അത്യാവശ്യമാണ്. മുട്ടയും ഇറച്ചിയും നന്നായി വേവിക്കുക. പകുതി വെന്ത മാംസം ഗുരുതരമായ വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകും. പാചകത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിലെ ലോറിക് ആസിഡ് ആമാശയത്തിലെ അണുക്കളെ നശിപ്പിക്കും. മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുക. ഇത് ഭക്ഷണത്തിൻ്റെ ആസിഡ് ആൽക്കലൈൻ ബാലൻസ് നിലനിർത്തുന്നു. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. കോട്ടിംഗ് ഇളകിയ പാത്രങ്ങളിലെ ടെഫ്ലോൺ വയറ്റിലെ ക്യാൻസറിന് വരെ കാരണമാകും. തടി കൊണ്ടുള്ള ചോപ്പിംഗ് ബോർഡുകൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ബോർഡുകളിൽ നിന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക് വയറ്റിലെത്തുന്നത് തടയാൻ ഇത് സഹായിക്കും. പഴകിയ എണ്ണ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത്. ഇത് ട്രാൻസ്ഫാറ്റ് ഉണ്ടാക്കുകയും കുടലിൽ അൾസർ ഉണ്ടാക്കുകയും ചെയ്യും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിലും വെള്ളം തിളപ്പിക്കുന്നത് ജലജന്യ രോഗങ്ങൾ തടയും. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. ഈച്ചകളും പ്രാണികളും വഴി രോഗകാരികളായ അണുക്കൾ പകരുന്നത് തടയാം. ഫ്രിഡ്ജ് ഉപയോഗവും ഭക്ഷ്യവിഷബാധ തടയലും എന്താണെന്ന് നോക്കാം. 2 hour റൂൾ പാലിക്കുക. പാകം ചെയ്ത ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അല്ലാത്ത പക്ഷം ബാക്ടീരിയകൾ അതിവേഗം പെരുകുക. രണ്ടാമത് ചൂടാക്കുമ്പോൾ തിളപ്പിക്കുക. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം വീണ്ടും ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും ചൂടായി എന്ന് ഉറപ്പാക്കുക. പച്ചമാംസവും വേവിച്ച ഭക്ഷണവും വേർതിരിക്കുക. ഫ്രിഡ്ജിൽ പച്ചമാംസം എപ്പോഴും താഴത്തെ തട്ടിൽ മാത്രം വെക്കുക. ഇത് ക്രോസ് കണ്ടാമിനേഷൻ തടയാനാണ്. ഫ്രിഡ്ജ് താപനില ക്രമീകരിക്കുക. ഫ്രിഡ്ജിലെ താപനില എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസിലും ഫ്രീസറിലെ താപനില -18 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കണം. ഭക്ഷണം പലതവണ തണുപ്പിക്കുകയും ചൂടാക്കുകയും ചെയ്യരുത്. ഇത് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു. ഹോട്ടൽ ഭക്ഷണവും മുൻകരുതലുകളും നോക്കാം. സലാഡുകൾ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കുക. ഹോട്ടലുകളിൽ പച്ചക്കറി കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമല്ലെങ്കിൽ ടൈഫോയിഡ്, കോളറ എന്നിവ വരാം. തിരക്കുള്ള ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുക. തിരക്കുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം പഴകാൻ സാധ്യത കുറവാണ്. മേശപ്പുറത്തിരിക്കുന്ന വെള്ളം കുടിക്കരുത്. വീട്ടിൽ നിന്നുള്ള വെള്ളം കരുതുക. അല്ലെങ്കിൽ ബോട്ടിൽഡ് വാട്ടർ മാത്രം ഉപയോഗിക്കുക. റോഡ് സൈഡ് തട്ടുകടകളിലെ ഫ്രൈഡ് റൈസ് സൂക്ഷിക്കുക. ഇതിൽ ചേർക്കുന്ന അജിനോമോട്ടോ ചിലരിൽ കുടൽ വേദന ഉണ്ടാക്കാം. ഡെസേർട്ടുകളിലെ ഐസ് സൂക്ഷിക്കുക. ജ്യൂസിലും ഷെയ്ക്കിലും ഇടുന്ന ഐസ് ഉണ്ടാക്കുന്നത് മലിനമായ വെള്ളത്തിലാകാം. മാനസികാരോഗ്യവും കുടലും എന്താണെന്ന് നോക്കാം. ജോലി സമ്മർദ്ദം കുറയ്ക്കുക. മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ശരീരം കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് കുടലിലെ രക്തയോട്ടം കുറച്ച് ദഹനം തകരാറിലാക്കുന്നു. കോപം നിയന്ത്രിക്കുക. അമിത ദേഷ്യം ആമാശയത്തിലെ ആസിഡ് ഉൽപാദനം കൂട്ടി നെഞ്ചരിച്ചിലും അൾസറും ഉണ്ടാക്കുന്നു. പേടിയും ആശങ്കയും മാറ്റുക. പേടിയുണ്ടാകുമ്പോൾ കുടലിൻ്റെ ചലനം ഒന്നുകിൽ സ്തംഭിക്കും, മലബന്ധം, അല്ലെങ്കിൽ അതിവേഗത്തിലാക്കും, അതായത് വയറ്റിളക്കം. ഇതിനെ ബ്രെയിൻ ഗട്ട് ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കുന്നു. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശീലമാക്കുക. ആഹാരം കഴിക്കുമ്പോൾ ഫോണോ ടിവിയോ നോക്കാതിരിക്കുക. ശ്രദ്ധയോടെ കഴിക്കുമ്പോൾ ദഹനരസങ്ങൾ കൃത്യമായി ഉണ്ടാകും. ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുക. ഉറക്കക്കുറവ് കുടലിലെ മൈക്രോബയോമിൻ്റെ സന്തുലാവസ്ഥ തെറ്റിക്കുന്നു. ശാരീരിക ശീലങ്ങളും കാലവർഷവും എന്തൊക്കെയാണെന്ന് നോക്കാം. ടോയ്ലറ്റിൽ പോകാൻ മുട്ടുമ്പോൾ അത് അവഗണിക്കരുത്. കൃത്യസമയത്ത്
ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ മലത്തിലെ വെള്ളം വൻകുടൽ വീണ്ടും വലിച്ചെടുക്കുകയും അത് കടുത്ത മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റയുടൻ ടോയ്ലറ്റിൽ പോകുക. ഇത് ശരീരത്തിൻ്റെ സ്വാഭാവിക ക്ലോക്കിന്, അതായത് സിർക്കാഡിയൻ റിതം ക്രമീകരിക്കുന്നു. കാലാവസ്ഥക്കനുസരിച്ച് ഭക്ഷണം മാറ്റുക. മഴക്കാലത്ത് ദഹനശേഷി കുറവായിരിക്കും. ആയതിനാൽ കഞ്ഞി, സൂപ്പ് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. മൺസൂൺ കാലത്ത് പച്ചക്കറികൾ നന്നായി വേവിക്കുക. ഈ സമയത്ത് വിരയുടെ മുട്ടകൾ പച്ചക്കറികളിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വേനൽക്കാലത്ത് ഇലക്ട്രോലൈറ്റുകൾ നിലനിർത്തുക. മോരുവെള്ളം, കരിക്കും വെള്ളം എന്നിവ കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക. പ്രോബയോട്ടിക്സും പ്രകൃതിദത്ത മാർഗങ്ങളും നോക്കാം. നാടൻ മോര് ദിവസവും കുടിക്കുക. ലാക്ടോബാസിലസ് ബാക്ടീരിയകളാൽ സമ്പുഷ്ടമായ ഏറ്റവും മികച്ച നാടൻ പ്രോബയോട്ടിക് ആണ് ഇത്. പഴങ്കഞ്ഞി കഴിക്കുക. തലേ ദിവസത്തെ ചോറിൽ വെള്ളമൊഴിച്ചു വെച്ച് രാവിലെ കഴിക്കുന്നത് വഴി ശരീരത്തിന് വൈറ്റമിൻ B12 നല്ല ബാക്ടീരിയകളും ലഭിക്കുന്നു. കുടംപുളി ഇട്ട് കറി വെക്കുക. കുടംപുളിയിലെ ഘടകങ്ങൾ കുടലിലെ ഗ്യാസ് പ്രോബ്ലം കുറയ്ക്കുവാൻ സഹായിക്കും. ജീരകവെള്ളം ശീലമാക്കുക. ജീരകത്തിലെ തൈമോൾ എന്ന ഘടകം ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നു. സാധാരണ ശീലങ്ങളും പരിശോധനകളും നോക്കാം. പീരിയഡിക് ചെക്കപ്പ് നടത്തുക. 45 വയസ്സ് കഴിഞ്ഞാൽ 5 വർഷത്തിലൊരിക്കലെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊളോണോസ്കോപ്പി ചെയ്യുന്നത് കുടലിലെ ക്യാൻസർ തുടക്കത്തിൽ തടയാൻ സഹായിക്കും. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കുക. വായിൽ വെച്ച് തന്നെ പകുതി ദഹനം നടക്കണം. ഇത് ആമാശയത്തിൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നു. അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കുടലിലെ നല്ല ബാക്ടീരിയകളെ മൊത്തമായി കൊന്നൊടുക്കും. ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുക. കുടൽ സുഗമമായി ചലിക്കാൻ ജലാംശം അത്യാവശ്യമാണ്. വർക്കൗട്ട് ചെയ്യുക. ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് കുടലിൻ്റെ ചലനം, അതായത് പെരിസ്റ്റാൾസിസ് വർദ്ധിപ്പിക്കും. ആഹാരത്തിന് തൊട്ടു പിന്നാലെ കിടക്കരുത്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കാവൂ. അല്ലാത്ത പക്ഷം ആസിഡ് റിഫ്ലക്സ് GERD ഉണ്ടാകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വയറ്റിൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ ശാസ്ത്രം പറയുന്ന 60 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർക്കുക, ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ദ ഗട്ട് എന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രട്ടസ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുടൽ ആരോഗ്യത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ചർമ്മം തിളങ്ങും. മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടാകും. ഇന്നു മുതൽ ഇതിൽ 5 ശീലങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വയറിൻ്റെ ആരോഗ്യം കാക്കാൻ നിങ്ങൾ ഏത് ശീലമാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു സൂപ്പർ വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.